ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മാത്സ് പുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ്. എന്താണ് 2ാമത്തെ യൂണിറ്റിൻ്റെ പേര്? നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. 1ാമത്തെ യൂണിറ്റായ ലെറ്റ്സ് ഡ്രോ എന്ന ചാപ്റ്റർ നമ്മൾ വ്യക്തമായി പഠിച്ചു. ഈ 2ാമത്തെ യൂണിറ്റ് പഠിക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ചാപ്റ്ററിൻ്റെ നെയിം? നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. ഫിൽ ദി സെൽസ്. ഈ സെല്ല് ഫില്ല് ചെയ്യാനല്ലേ, ഫിൽ ദി ബ്ലാങ്ക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഫിൽ ദി സെൽസ്. എ ഗെയിം വിത്ത് ടോക്കൺസ്. ഒരു ഗെയിമിലെ ടോക്കൺ കൊണ്ടുള്ള ഗെയിമാണ് എ ഗെയിം വിത്ത് ടോക്കൺസ്. ഫിൽ ദി സെൽസ് വിത്ത് ടോക്കൺസ് നമ്പേർഡ് ഫ്രം 1 to 100. ഈ സെല്ല് എന്താണ്? താഴെ പിക്ചറിൽ ഒരു സെല്ല് ഉണ്ടല്ലേ, ആ സെല്ല് എന്താണ്? ഫില്ല് ചെയ്യുക. എന്താണ്? ടോക്കൺസ്, നമ്പറിൻ്റെ ടോക്കൺസ് ഉപയോഗിച്ചിട്ട് ഫ്രം 1 to 100 വരെ കൗണ്ട് ചെയ്തിട്ട് എഴുതുക. റൈറ്റ് ഈ സെൽസിൽ നേരെ എങ്ങനെ എഴുതിയാൽ മതി. 1 to 100 വരെ എല്ലാവർക്കും എഴുതാൻ അറിയില്ലേ? അത് നിങ്ങൾ ഈ ബോക്സിൽ എഴുതുക. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ദിസ് ഗെയിം. മിൻഹയും അവരുടെ ഫ്രണ്ട്സും എന്താണ്? ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ക്യാൻ ആൾസോ പ്ലേ ഇറ്റ്. നിങ്ങൾക്ക് എന്താണ്? അവരുടെ കൂടെ കളിക്കാം അല്ലേ? യുവർ ടീച്ചർ ആൾസോ വിൽ ഹെൽപ്പ് യു. ടീച്ചറും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫിൽ ദി സെൽസ് ആണ് പറഞ്ഞതല്ലേ. ഞാൻ എന്താണ്? ഈ സെൽസ് ഫിൽ ചെയ്തിട്ടുണ്ട്. 1 to 10 ഇവിടെ തന്നിട്ടുണ്ട്. 11, 21 ഉണ്ട്, 51, 55 ഉണ്ട്, 100 ഉണ്ട് അല്ലേ? ഇതിൻ്റെ ഇടയിൽ എന്താണ്? 12, 13, 20 വരെ എഴുതാം. 21, 22, 23, 30 വരെ, 31, 32, 40 അങ്ങനെ എന്താണ്? 100 വരെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. ഇതിന് ശേഷം എന്താണ് പറഞ്ഞത്? വേർ വിൽ യു പുട്ട് ടോക്കൺ 65? നിങ്ങൾ എവിടെയാണ് ടോക്കൺ 65 വെച്ചത്? എവിടെയാണ് 65? നോക്കൂ അല്ലേ, 65 ഹിയർ ഇവിടെ ഉണ്ട് അല്ലേ, 65. എന്നാൽ വേണ്ടത് 55ൻ്റെ അണ്ടറിലായിട്ട് താഴെയായിട്ടാണ് നമ്മൾ 65 വെച്ചത്. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? നിങ്ങൾ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ പാറ്റേൺ നോക്കൂ നിങ്ങൾ. ഇവിടെ 15, 25, 35, 45, 55, 65, 75, 85, 95. 10 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഏതാണല്ലേ? 15നോട് 10 കൂട്ടിയ 10 കൂട്ടിയ 25, ദെൻ 10 ആഡ് ചെയ്താൽ 35, ദെൻ 45, ദെൻ 10 ആഡ് ചെയ്താൽ 55. ഇവിടെ 55 ആണെങ്കിൽ നമുക്ക് ഇത്ര ചെയ്താൽ തന്നെ മനസ്സിലായി ഇവിടെ ഓട്ടോമാറ്റിക്കലി 65 ആയിരിക്കും. 10 ആഡ് ചെയ്താൽ ഇവിടെ 75 ആയിരിക്കും. ഇതാണ് പാറ്റേൺ അല്ലേ? ഈ പാറ്റേൺ നോക്കിയാൽ നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് പറയാൻ കഴിയും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താ വാട്ട് കംസ് നെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലേ, അതേപോലെയുള്ളൊരു പാറ്റേൺ ആണ് ഇതും. നെക്സ്റ്റ് എന്താണ്? പുട്ട് ദി ടോക്കൺസ് ഫ്രം 1 to 100 ഇൻ ദി കറക്റ്റ് പ്ലേസ്. 1 to 100 കറക്റ്റായിട്ട് ടോക്കൺസ് ഫില്ല് ചെയ്യാൻ. വാട്ട് ഈസ് ദി കണക്ഷൻ ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ഇൻ ദി യെല്ലോ സെൽസ്? എന്താണ് യെല്ലോ സെൽസിൽ എന്താണ് നമ്പേഴ്സ് ആയിട്ടുള്ള കണക്ഷൻ? എന്താണ്? ഇതാണ് യെല്ലോ സെൽസ് അല്ലേ? ഇങ്ങനെ ഈ ഡയഗണലിലൂടെ പോകുന്നതാണ് യെല്ലോ സെൽസ്. ഇതിനെന്താണ് പ്രത്യേകത? എന്താണ് ഈ നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ? എന്താണ് പാറ്റേൺ? എന്താണ്? 1, 12, 23, 34, 45, 56, 67, 78, 89, 100. എന്താണ് കണക്ഷൻ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 1 to 12 എത്താൻ എത്ര എടുത്തു? 11 ആഡ് ചെയ്തപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 1 to 12 എത്താൻ 11 ആഡ് ചെയ്തു. ദെൻ അഗെയിൻ 11 ആഡ് ചെയ്തപ്പോഴാണ് 23. ദെൻ 11 ആഡ് ചെയ്തപ്പോൾ 34. ദെൻ 11 ആഡ് ചെയ്തപ്പോൾ 45. അങ്ങനെ 11 ആഡ് ചെയ്ത് 11 ആണല്ലേ ഡിഫറൻസ്. എന്താണ് ഇതിൻ്റെ കണക്ഷൻ? എന്താണ്? 11 ഡിഫറൻസ് ആണ് എല്ലാ നമ്പേഴ്സും തമ്മിലുള്ളത് അല്ലേ? അതാണ് കണക്ഷൻ. പാറ്റേൺ എന്താണ്? നെക്സ്റ്റ് പാറ്റേൺ കിട്ടാൻ 11, 11, 11 ആഡ് ചെയ്താൽ മതി അല്ലേ? ഈ 3 കിട്ടിയതെങ്കിൽ അടുത്തൊരു 11 ആഡ് ചെയ്താൽ നെക്സ്റ്റ് പാറ്റേൺ ആയില്ലേ? ഇതാണ് കണക്ഷൻ. നെക്സ്റ്റ് എന്താ? ഫൈൻഡ് other patterns and color them. മറ്റുള്ള പാറ്റേൺസ് കണ്ടെത്തുക, അതിനെ കളർ ചെയ്യാൻ. ഫസ്റ്റ് പാറ്റേൺ എന്താണ്? 1, 11, 21, 31, 41, 51, 61, 71, 81, 91. ഇതൊരു പാറ്റേൺ അല്ലേ? കറക്റ്റ് ഓർഡറിലല്ലേ ഉള്ളത്? 1 കഴിഞ്ഞാൽ എന്താണ്? 11 ആണല്ലേ? അപ്പോൾ 10 ആഡ് ചെയ്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 10 ആഡ് ചെയ്തപ്പോൾ 11 കിട്ടിയില്ലേ? അങ്ങനെ 10 ആഡ് ചെയ്ത് വരുന്ന പാറ്റേൺ ആണല്ലേ ഇത്? അപ്പോൾ ഇതൊരു പാറ്റേൺ ആണല്ലേ? ഇതിന് ഈ പാറ്റേൺ നിങ്ങൾ എന്താണ്? ഒരു കളർ കൊണ്ട് ചെയ്താൽ കളർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ദെൻ സെക്കൻഡ് പാറ്റേൺ എന്താണ്? 2, 12, 22, 32, 42, 52. നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് ഓട്ടോമാറ്റിക്കായി 62, ദെൻ 72, ദെൻ 82, ദെൻ 92. ഒരു പാറ്റേൺ അല്ലേ? 3, 13, 23, 33, 43. then എന്താണ് നെക്സ്റ്റ്? നമുക്ക് ഗസ് ചെയ്യല്ലേ? പാറ്റേൺ അല്ലേ? 43 കഴിഞ്ഞാൽ 53, 63, 73, 83, 93. ഈ പാറ്റേൺ എന്താണ്? 10 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ അല്ലേ? അപ്പോൾ ഇതിനെന്താണ്? ഒരു കളർ കൊടുക്കുക, ഇതിന് ഒരു കളർ, ഈ പാറ്റേണിന് ഇതിനൊരു കളർ പാറ്റേൺ, ഈ കളർ പാറ്റേൺ വേറെ കളർ, അങ്ങനെ ഓരോ പാറ്റേണിനും ഓരോ കളർ കൊടുത്തിട്ട് കളർ കൊണ്ട് നിങ്ങൾ പാറ്റേൺസ് ഉണ്ടാക്കുക. ഇവിടെ എന്താണ്? 20 അല്ലേ? ദെൻ 10 ആഡ് ചെയ്താൽ 30, 40, 50, ദെൻ 10 ആഡ് ചെയ്താൽ 60. ഇതൊക്കെ 10 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ആണ് അല്ലേ? അങ്ങനെ എന്താണ്? ഇതൊക്കെ ഓരോ പാറ്റേൺസ് ആണ്. നിങ്ങൾ എന്തൊക്കെ പാറ്റേൺസ് ആണ് ഇതിലുള്ളത് നോക്കിയിട്ട് ആക്ടിവിറ്റി ചെയ്യാം. നെക്സ്റ്റ് എന്താ? സ്കൂൾ സ്റ്റോർ. സ്കൂളിലുള്ള സ്റ്റോറിൻ്റെ പിക്കാണല്ലേ താഴെയുള്ളത്? നിങ്ങളുടെ സ്കൂളിലൊക്കെ ഒരു സ്റ്റോർ ഇല്ലേ? ഒരു പീരീഡ് ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളൊരു സ്കൂളിൻ്റെ സ്റ്റോറാണ് താഴെ പിക്കുള്ളത്. എന്താണ് അതിലുള്ള ഐറ്റംസ്? ആ സ്റ്റോറിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്ന് ഐറ്റംസ് എന്നുള്ള ബോക്സിലുണ്ട് അല്ലേ? ദെൻ അതിൻ്റെ പ്രൈസ് എത്ര രൂപയാണ് അതിൻ്റെയൊക്കെ പ്രൈസ് എന്നുള്ള ഈ ബോക്സിലുണ്ട് അല്ലേ? ആണ് പ്രൈസ് ലിസ്റ്റ്. സാധനങ്ങളും അതിൻ്റെ പ്രൈസും ഉള്ള ലിസ്റ്റാണ് ഇവിടെ തന്നത്. ബോട്ട് തിങ്സ് വർത്ത് 100 rupees. മിൻഹ എന്താണ്? 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയില്ലേ? 100 rupeesനാണ് മിൻഹ സാധനങ്ങൾ വാങ്ങിയത്. വാട്ട് കുഡ് ഷീ ഹാവ് ബോട്ട്? എന്തൊക്കെയായിരിക്കും അവൾ വാങ്ങിയത്? 100 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടാവാം? നിങ്ങൾ ഗസ് ചെയ്തിട്ട് വാട്ടായി കാൽക്കുലേറ്റഡ് എന്നുള്ള ബോക്സിലേക്ക് എന്തൊക്കെ കാൽക്കുലേഷൻ നമുക്ക് നടത്താം?
ഇവിടെ പ്രൈസ് ഉണ്ടല്ലേ, ക്രയോൺസിന്റെ പ്രൈസ് 25 ആണ്, പെന്നിൻ്റെത് 20 ആണ്, സ്കെച്ച് പെൻ 40, നോട്ട് ബുക്ക് 60, മാർക്കറിന് 75, സ്കെയിലിന് 25, ബ്രൗൺ പേപ്പറിന് 25. ഇവിടെ മിൻഹൻ്റെതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 100 റുപ്പീസാണ് പൈസ ആയിട്ട് തന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ 100 റുപ്പീസിനോട് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ സ്കൂൾ സ്റ്റോറിൽ നിന്ന് വാങ്ങും? ഈ പ്രൈസിന് നിങ്ങൾക്ക് എന്താ കറക്റ്റ് 100 റുപ്പീസ് ആകും. ആ 100 റുപ്പീസിന് നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങും? ഏതൊക്കെ വാങ്ങാം? ഫസ്റ്റ് ഒരു 60 റുപ്പീസിന് ഒരു നോട്ട് ബുക്ക് വാങ്ങിയാൽ ദെൻ എത്ര ബാലൻസ് ഉണ്ട്? 100 മൈനസ് 60 ചെയ്താൽ മതിയില്ലേ ബാലൻസ് കിട്ടാൻ? ദെൻ ഒരു 40 ബാലൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ 40 ബാലൻസിന് നമുക്ക് എന്ത് വാങ്ങാം? 60 പ്ലസ് 40 അല്ലേ 100. 40 ബാലൻസിന്റെ എന്താണ് ഇതിൽ സാധനം ഉള്ളത്? നിങ്ങൾ ഐറ്റംസിൽ നോക്കുക. ഒരു സ്കെച്ച് പെന്നും കൂടി വാങ്ങല്ലേ. അപ്പോൾ ഒരു നോട്ട് ബുക്കും ഒരു സ്കെച്ച് പെന്നും. അപ്പോൾ ഇങ്ങനെയാവാം ഫസ്റ്റ് മിൻഹ വാങ്ങിയത് അല്ലേ. ഇനി നിങ്ങൾ എന്ത് വാങ്ങും? ഒരു സ്കെയിലും ഒരു ക്രയോണും വാങ്ങി. അപ്പോൾ 25 പ്ലസ് 25 50 ആയി അല്ലേ. ഇനി എന്താ ബാലൻസ് ഉള്ളത്? 100 മൈനസ് 50 ചെയ്താൽ മതി അല്ലേ. ടോട്ടൽ നമുക്ക് 100 റുപ്പീസേ ഉള്ളൂ. 100 റുപ്പീസിനാണ് മിൻഹ സാധനം വാങ്ങിയത്. 50 റുപ്പീസിന് നമ്മൾ ഒരു ക്രയോണും ഒരു സ്കെയിലും വാങ്ങി. 25 പ്ലസ് 25 50. ബാലൻസ് എത്ര ഉണ്ട്? ഒരു 50 കൂടി ഉണ്ട് അല്ലേ. 100 മൈനസ് 50 50. അപ്പോൾ ഒരു 50 കൂടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 25 കൂടി സാധനം വാങ്ങല്ലേ. അപ്പോൾ ഒരു രണ്ട് ബ്രൗൺ പേപ്പറും കൂടി വാങ്ങല്ലേ. രണ്ട് ബ്രൗൺ പേപ്പറിന് എത്ര ആവും? 50 ആവില്ലേ. 25 പ്ലസ് 25 50. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സ്കെയിലും 1 സ്കെയില് 1 ക്രയോൺസ് ആൻഡ് 2 ബ്രൗൺ പേപ്പർ. അപ്പോൾ 100 കിട്ടിയില്ലേ. പിന്നെ ഏതൊക്കെ വില നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിനെങ്ങനെ? ഒരു മാർക്കർ വാങ്ങി. ഒരു മാർക്കറിന് എത്ര? 75. ദെൻ എത്ര ബാലൻസ് ഉണ്ട്? 100 മൈനസ് 75 എത്രയാണ്? 25 അല്ലേ. അപ്പോൾ ഒരു 25ൻ്റെ ഏത് സാധനമാണ് നിങ്ങൾക്ക് വാങ്ങുക? ഒരു സ്കെയിലോ ഒരു ബ്രൗൺ പേപ്പറോ ഒരു ക്രയോണോ ഏത് വേണമെങ്കിലും വാങ്ങല്ലേ. ബാലൻസ് ഒരു 25 കൂടി ഉണ്ട്. അപ്പോൾ ഒരു മാർക്കർ 1 മാർക്കർ ആൻഡ് 1 ബ്രൗൺ പേപ്പർ. അപ്പോൾ 75 പ്ലസ് 25 100 ആയി. ഇങ്ങനെ ഏതൊക്കെ വിലയാണ് നിങ്ങൾക്ക് 100 കിട്ടുക? അതിനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാം അല്ലേ. അതേപോലെ മിൻഹ 100 റുപ്പീസിന് ഏതൊക്കെയാണ് വാങ്ങുക? അത് നിങ്ങൾ ഈ വാട്ട് ഐ കാൽക്കുലേറ്റഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ എഴുതാം. ദെൻ വാട്ട് മൈ ഫ്രണ്ട്സ് കാൽക്കുലേറ്റഡ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കാൽക്കുലേറ്റ് ചെയ്തത് അത് നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ 2-3 എക്സാമ്പിൾ ഇവിടെ എഴുതാം. ഇനി ഒതർ വേ ഏതൊക്കെ വേണ്ടോ ഇവിടെ കൊള്ളാത്തത് നിങ്ങൾക്ക് ഇവിടെ എഴുതല്ലേ. ഏതൊക്കെ വേണ്ട അത് ഇവിടെ എഴുതാം. ഓക്കെ, ഞാനിവിടെ 3 ബോക്സിലും ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് ഞാൻ ഇത് വാട്ട് ഐ കാൽക്കുലേറ്റഡ്? 1 സ്കെച്ച് പെൻ 1 നോട്ട് ബുക്ക്. ഒരു സ്കെച്ച് പെന്നിന് എത്രയാണ്? 1 സ്കെച്ച് പെന്നിന് 40, 1 നോട്ട് ബുക്കിന് 60. 60 പ്ലസ് 40 എന്താണ്? 100 അല്ലേ. 6 പ്ലസ് 4 എന്താണ്? 10 അല്ലേ. 60 70 80 90 100 അല്ലേ. അപ്പോൾ 100 കിട്ടി. ടോട്ടൽ എത്രയാണ്? മിൻഹ 100 റുപ്പീസിനാണ് സാധനം വാങ്ങി. നിങ്ങളുടെ കയ്യിൽ 100 റുപ്പീസാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ 100 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങും? 60 റുപ്പീസിന് ഒരു നോട്ട് ബുക്ക് വാങ്ങിയാൽ ബാക്കി എത്ര ഉണ്ട്? ബാലൻസ് 40 ഉണ്ടല്ലോ. 40ക്ക് ഒരു സ്കെച്ച് പെന്നും കൂടി വാങ്ങും. പിന്നെ വേറൊരു കാൽക്കുലേഷൻ നിങ്ങൾ ഫ്രണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്? ഒരു മാർക്കർ വാങ്ങാം. ഒരു മാർക്കറിന് ഇട്ടാണ് 75 നിന്ന് ഇനി 100ലേക്ക് എത്താൻ എത്ര ഉണ്ട്? 100 റുപ്പീസിന് നമുക്ക് ടോട്ടൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയുള്ളൂ. എന്താണ്? 25 കൂടി ബാലൻസ് ഉണ്ട് അല്ലേ. 100 റുപ്പീസ് ടോട്ടൽ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 25ന് എന്ത് വാങ്ങാം അല്ലേ? ഒന്നെങ്കിൽ ഒരു ബ്രൗൺ പേപ്പർ വാങ്ങാം അല്ലേ. ഇവിടെ ബ്രൗൺ പേപ്പർ. അപ്പോൾ 75 പ്ലസ് 25 എന്തായി? 100 ആയില്ലേ. അല്ലെങ്കിൽ ഒരു മാർക്കർ 75ൻ്റെ ഒരു മാർക്കറോ അല്ലെങ്കിൽ സ്കെയിലോ വാങ്ങാം. 25ൻ്റെ അതിൽ ലിസ്റ്റിലുള്ള ഏത് ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. സ്കെയിലോ ബ്രൗൺ പേപ്പറോ ക്രയോൺസ് ഏത് വാങ്ങണമെങ്കിലും വാങ്ങല്ലേ. ഇനി ഒതർ വേ ബാക്കിയുള്ള വേ എന്താ ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ. ഒരു മാർക്കറും ഒരു സ്കെയിലും വേണമെങ്കിൽ വാങ്ങാം. 25 റുപ്പീസിന് ഒരു മാർക്കറും ബ്രൗൺ പേപ്പർ വാങ്ങാം അല്ലെ. ഒരു മാർക്കറും ക്രയോൺസും വാങ്ങാം. ഒക്കെ എന്താണ്? 25 ആണല്ലേ. 75 പ്ലസ് 25 എന്താണ്? 100 ആണല്ലേ. ഇനി ഇങ്ങനെ വാങ്ങാം. മറ്റൊരു വേ ഒതർ വേ എന്താണ്? ഒരു സ്കെയിൽ വാങ്ങി. അപ്പോൾ 25. ദെൻ ഒരു ബ്രൗൺ പേപ്പറും വാങ്ങി. ഒരു സ്കെയിലും ഒരു ബ്രൗൺ പേപ്പറും വാങ്ങിയാൽ എത്രയാണ്? 25 പ്ലസ് 25 എത്രയാണ്? 50 അല്ലേ. 50ൻ്റെ പകുതിയല്ലേ 25. ഇപ്പോൾ 25 50 രൂപയ്ക്ക് നമ്മൾ 2 സാധനം വാങ്ങി. ഇനി എന്താണ്? ഇനി എത്ര ബാലൻസ് ഉണ്ട്? 100 റുപ്പീസ് എത്താൻ ഇനി ഒരു 50 രൂപ കൂടി നമുക്ക് സാധനം വാങ്ങല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു 50 രൂപയ്ക്ക് 2 25ൻ്റെ ഏത് സാധനം വേണമെങ്കിലും വാങ്ങല്ലേ. 2 25ൻ്റെ 2 ക്രയോൺ വേണമെങ്കിൽ വാങ്ങാം. അല്ലെങ്കിൽ 2 സ്കെയിലോ 2 ബ്രൗൺ പേപ്പറോ ഏത് വേണമെങ്കിലും വാങ്ങാം. 2 25 ആയതില്ലേ. 50 രൂപയ്ക്ക് 2 സാധനം കൂടി വാങ്ങാം. ആണെങ്കിൽ ഒരു സ്കെയിൽ ഒരു ബ്രൗൺ പേപ്പർ 2 ക്രയോൺസ് അല്ലേ. 50 പ്ലസ് 50 100 ആയില്ല. അങ്ങനെ 100 ടോട്ടൽ 100 ആവുന്ന തരത്തിൽ നിങ്ങൾക്ക് ഏത് വില വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാം. അഡീഷനും സബ്സ്ട്രാക്ഷനും അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ ഞാൻ എന്താണ് ബേസിക് മാത്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നോട്ടിഫിക്കേഷനായിട്ട് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് വരുന്നതാണ്. നെക്സ്റ്റ്, പെൻസിൽ കമ്പനി. മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി. മിൻഹൻ്റെ ഫാദറിന് എന്താണ്? ഒരു പെൻസിലിൻ്റെ കമ്പനി ഉണ്ട് അല്ലേ. 10 പെൻസിൽസ് ആർ ടു ബി പുട്ട് ഇൻ ഈച്ച് പാക്കറ്റ്. ഓരോ പാക്കറ്റിലും എത്ര പെൻസിൽ ഇടാം? 10 പെൻസിൽ. 10 പെൻസിൽസ് വെക്കാം. വെച്ചു അല്ലേ. ദെൻ ആൻഡ് 10 പാക്കറ്റ്സ് ഇൻ ഈച്ച് ബോക്സ്. ഓരോ ബോക്സിലും എത്ര പാക്കറ്റ് ഉണ്ട്? 10 പാക്കറ്റ്സ് ഉണ്ട്. ഇവിടെ എന്താണ്? ഈ പിക്ചറിൽ എന്താണ്? മിൻഹൻ്റെ ഫാദറും മിൻഹയും പാക്കറ്റ് ആക്കുന്നത് കാണാമല്ലേ. മിൻഹൻ്റെ ഫാദർ എന്താണ്? ബോക്സിലല്ലേ. മിൻഹ എന്താണ്? പാക്കറ്റിൽ പെൻസിലാക്കുന്നത്. ചെറിയൊരു പാക്കറ്റ്. ആ പാക്കറ്റിൽ എത്ര പെൻസിലാണ് മിൻഹ വെക്കുന്നത്? 10 പെൻസിൽസ് വെക്കും. 10 പെൻസിൽസ് മിൻഹ വെക്കും. ഇങ്ങനത്തെ 10 പാക്കറ്റ് പെൻസിൽ. ഓരോ പാക്കറ്റിലും 10 പെൻസിലുണ്ട്. അതിങ്ങനത്തെ 10 പാക്കറ്റാണ് മിൻഹൻ്റെ ഫാദർ എടുത്ത് ഒരു ബോക്സിലേക്ക് വെക്കുന്നത് അല്ലേ. മിൻഹൻ്റെ ഫാദർ ഇതാ ഇങ്ങനത്തെ 10 പാക്കറ്റ് പെൻസിൽ ഒരു വലിയ ബോക്സിൽ വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്ര പെൻസിൽ ഉണ്ട്? അത് ഇവിടെ ഇതാ. ഒരു പാക്കറ്റിൽ എത്ര പെൻസിൽസ് ഉണ്ടാവും? ഇതാണ് ഒരു പാക്കറ്റ്. ഇതൊരു ബോക്സ് ആണ്. പാക്കറ്റിൽ എത്ര പെൻസിലാണ് മിൻഹ വെക്കുന്നത്? 10 പെൻസിൽ അല്ലേ. 10 ഇവിടെ ഇതാ.
ദെൻ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. ബോക്സിൽ എത്ര പാക്കറ്റാണ് വെക്കുന്നത്? ഇതാണ് ബോക്സ് അല്ലേ? ഈ ബോക്സിൽ എത്ര പാക്കറ്റാണ് വെക്കുന്നത്? ഇതുപോലത്തെ 10 പാക്കറ്റ്സ് ആണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ 10 എഴുതാം. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽ, ടോട്ടൽ ആയിട്ടുള്ള പെൻസിൽ ബോക്സിലെ ഇൻ എ ബോക്സ്, ബോക്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽ എത്രയാണ്? ഇതാണ് ബോക്സിൽ. ബോക്സിൽ 10 പാക്കറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പെൻസിൽ ഉണ്ടെന്നാണ് ചോദിച്ചത് അല്ലേ? ഓരോ പാക്കറ്റിലും 10 പെൻസിൽ, ഓരോ ബോക്സിലും ഇതുപോലത്തെ 10 പാക്കറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പെൻസിൽ ഉണ്ടാവും? 10 × 10 ചെയ്താൽ മതി അല്ലേ? 10 × 10 100. 100 ഇവിടെ ഇതാ. ഇവിടെ എന്താണ്? മിൻഹൻ്റെ ഫാദറിൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സാണ് ഈ ബോക്സ്. ആ ബോക്സിൽ എത്ര പാക്കറ്റ് പെൻസിൽ ഉണ്ട്? 10 പാക്കറ്റ് ഉണ്ട് അല്ലേ? 1 2 3 4 5. 1 2 3 4 5. അതെ, 10 പാക്കറ്റ് പെൻസിലുണ്ട് ആ ബോക്സിൽ. അതിൽ എത്ര പെൻസിലുണ്ട്? ഓരോ പാക്കറ്റിലും 10 പെൻസിലുണ്ട് അല്ലേ? 10 ഉണ്ടെന്ന് ജസ്റ്റ് ചെയ്യാട്ടോ. അങ്ങനെ 10 പെൻസിലാണ് ഓരോ പാക്കറ്റിലുള്ളത്. 10 പെൻസിൽസ് ഓരോ പാക്കറ്റിലുണ്ട്. ഇങ്ങനത്തെ ഓരോ പാക്കറ്റ് മിൻഹ വെക്കുന്ന ഈ ഓരോ പാക്കറ്റിലും എന്താണ്? 10 പെൻസിലുണ്ട്. ഇങ്ങനത്തെ 10 പെൻസിലുള്ള 10 പാക്കറ്റാണ് 10 പാക്കറ്റ്സ് ആണ് ഒരു ബോക്സിൽ, വലിയൊരു ബോക്സിൽ മിൻഹൻ്റെ ഫാദർ ആക്കുന്നത്. നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്. പെൻസിൽ എത്ര ഉണ്ട്? ഒരു പാക്കറ്റിൽ 10 അല്ലേ? 10 ഇവിടെ എഴുതാം. ദെൻ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ എത്ര പാക്കറ്റ് ഉണ്ട്? ഇതാണല്ലേ ബോക്സ്. ഈ ബോക്സിൽ എത്ര പാക്കറ്റ് ഉള്ളത്? 10 പാക്കറ്റ്. അപ്പോൾ ഇവിടെ 10 എഴുതാം. ഈ ബോക്സിൽ 10 പാക്കറ്റ് ഉള്ളത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്. ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽ. ഇതിൽ എത്ര പെൻസിൽ? ഈ കാണുന്ന ഈ പെൻസിൽ എത്ര ഉണ്ട്? ഈ ബോക്സിലുള്ളതാണ് ചോദിച്ചത് അല്ലേ? ഒരു പാക്കറ്റിൽ 10, 10. ദെൻ ഒരു ബോക്സിൽ 10 പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ 10 × 10 100. 100 ഈ ബോക്സിലേക്ക്. നെക്സ്റ്റ് എന്താണ്? സി ഹൗ ദി പെൻസിൽസ് ആർ ബോക്സഡ്. പെൻസിൽ ബോക്സ് ചെയ്തതില്ലേ? റൈറ്റ് ദി നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ ദി എംപ്റ്റി സെൽ ഓഫ് ദി ടേബിൾ ബിലോ. ഇതാണ് എംപ്റ്റി സെല്ലിലെ. ഈ താഴെ കാണുന്ന ടേബിളിൽ എംപ്റ്റി സെല്ലിൽ എത്ര പെൻസിൽ ഉണ്ട് എന്ന് എഴുതാം. ബോക്സിലെ ഇതെന്താണ്? ബോക്സ് ആണല്ലേ? മിൻഹൻ്റെ ഫാദറിൻ്റെ കയ്യിലുള്ള ബോക്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഒരു പാക്കറ്റിൽ എന്താണ്? 10 ആണല്ലേ? എങ്കിൽ ബോക്സിൽ എത്ര ഉണ്ട്? നമ്മളിവിടെ കണ്ടുല്ലേ? 100 ആണ്. 100. ദെൻ 2 ബോക്സസ്. 2 ബോക്സ് ഉണ്ട് അല്ലേ? 2 ബോക്സ് ആണെങ്കിൽ ഒരു ബോക്സിലുള്ള പെൻസിലിൻ്റെ എണ്ണം 100 ആണെങ്കിൽ 2 ബോക്സിലുള്ളത് എന്താണ്? 2 × 100 200. ദെൻ 1 2 3 4 5. 5 ബോക്സസ് ഉണ്ട്. 5 ബോക്സസിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ 5 × 100. 5 × 100 എത്രയാണ്? 500. ദെൻ 1 2 3 4. 4 ബോക്സസ്. 4 ബോക്സസിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ 4 × 100 400. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 3 ആണെങ്കിൽ 3 × 100 300. ദെൻ ഇവിടെ എത്ര ഉണ്ട്? ലാസ്റ്റ് 1 2 3 4 5 6 7 8 9. 9 ബോക്സസ് ആണ്. 9 × 100 900. And how many pencil would be there in 10 boxes? 10 ബോക്സ് ആണെങ്കിൽ 10 × 10 1000. 1000 ഇവിടെ ഇല്ല. ഞാനിവിടെ എന്താണ്? നമ്പേഴ്സ് ചെയ്തിട്ടുണ്ടല്ലേ? ബോക്സ് ഫിൽ ചെയ്തിട്ടുണ്ട്. 2 ബോക്സിലുള്ളത് നമ്മൾ എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? 2 × 100 ആണല്ലേ? ഈ 2 × 100 അതെങ്ങനെ ചെയ്യാം? 2 × 100. ഈ എന്താണ്? 2നെ 1 കൊണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1 എന്താണ്? 2 അല്ലേ? 1നെ കൊണ്ട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ കിട്ടില്ലേ? 1 × 3 ആണെങ്കിൽ 3, 1 × 2 ആണെങ്കിൽ 2. ദെൻ ആ സീറോസ് ആഡ് ചെയ്യുക. 2 zeros ഉള്ളത് 2 zeros ആഡ് ചെയ്യുക. 200. 3 × 0 ആണെങ്കിൽ 300. ഓക്കെ. 5 × 0 ആണെങ്കിൽ ദെൻ 4 × 0. ഇവിടെ 4 ബോക്സസ്. 4 × 100 ആണല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 1 എന്താണ്? 4. ദെൻ ഈ 2 zeros എഴുതാം. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഭാഗവുമായി വീണ്ടും കാണാം.